ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മാർക്കോ മൂവിയുടെ ഒരു റിയാക്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹെയറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റഡ് ആണോ അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്തത്. അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റ് വരികയുണ്ടായി, ബ്രോ അത് ട്രാൻസ്പ്ലാന്റഡ് അല്ല, അത് വിഗാണ്, പാച്ച്വിക് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് വരികയുണ്ടായി. ഇന്ന് ഞങ്ങളിപ്പോൾ അതിനെപ്പറ്റിയുള്ള ഞങ്ങളുടെ ചില അനുമാനങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ ജസ്റ്റ് അസംഷൻ മാത്രമാട്ടോ, കാരണം ഇതിങ്ങനെയാണെന്ന് ഞങ്ങൾ സമർത്ഥിക്കുകയല്ല. കാരണം ഉണ്ണിമുകുന്ദൻ തന്നെ ഒഫീഷ്യലി വന്ന് പുള്ളി വിഗാണോ ചെയ്തിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണോ എന്നും എങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ യൂട്യൂബിൽ നോക്കുന്ന സമയത്തായാലും ബ്രൗസ് ചെയ്ത് നോക്കുന്ന വിക്കിപീഡിയയിലൊന്നും ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമല്ല. എന്നാലും പുള്ളി ഇത് ഉണ്ണിയുടെ നാച്ചുറൽ ഹെയർ അല്ലെന്ന് ഒരുപാട് പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലായി കൂടെ ഒരുപാട് പേര് അങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ പുള്ളിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കഴിഞ്ഞ കുറെ കാലത്തെ സിനിമകളുടെ ഇന്റർവ്യൂസിന്റെയും കാര്യങ്ങളൊക്കെ വെച്ച് ഫോട്ടോസ് വെച്ചിട്ട് ഞങ്ങൾക്ക് തോന്നിയ ഒരു കുറച്ച് കാര്യങ്ങള് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. അത് കറക്റ്റ് ആണെന്നും അല്ലെന്നും അല്ല പറയുന്നത്, നമ്മുടെ ഒരു അസംഷൻ മാത്രമാണ് നമ്മൾ പറയുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയേണ്ട ഇപ്പോൾ ഈ മാർക്കോ വന്ന ഒരു ഒറ്റ മൂവി കൊണ്ട് തന്നെ ശരിക്കും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന ലെവലിലേക്ക് ഇപ്പോൾ വന്നിരിക്കുക. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഞാൻ അഡിക്റ്റ് ആയത് മല്ലു സിംഗ് പോലൊക്കെയാണ് ഞാൻ ശരിക്കും പുള്ളിയെ നോട്ടീസ് ചെയ്ത് തുടങ്ങിയത്. അതിന് മുമ്പ് വരെ ഞാൻ എനിക്ക് പുള്ളിയെക്കുറിച്ച് നമ്മളത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു മൂവി പോലെ നമ്മൾ ശരിക്കും പുള്ളിയുടെ ഫാനായി മാറി. കാരണം അതിനകത്തൊക്കെ നല്ല ബോഡിയാണ്, നല്ല മസിൽ, നമ്മുടെ കേരളത്തിൻ്റെ മസിൽമാരെന്നൊക്കെ രീതിയിലാണ് പുള്ളി ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ. അപ്പം എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ ഒരു ഉണ്ണിമുകുന്ദൻ ഫാനൊന്നും ആയിരുന്നില്ല. പക്ഷേ പുള്ളിയുടെ ഒരുമാതിരിപ്പെട്ട നമ്മളെ മറ്റേ ദുൽഖറുമായിട്ടൊക്കെ പോലീസ് വേഷത്തിലോട്ട് വിക്രമാദിത്യൻ, ഈ പറഞ്ഞ മല്ലു സിംഗ്, പിന്നെ ഞാൻ മാളിപ്പുറം തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. പിന്നെ ഈ പടമാണ് ഉണ്ണിമുകുന്ദന്റെ അതെനിക്ക് ഇഷ്ടപ്പെട്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരു പടം ഈ പടം മാത്രമാണ്. പിന്നെ എനിക്ക് ഇന്നും പുള്ളിയോട് റെസ്പെക്ട് തോന്നുന്നത്, നമുക്ക് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരാൾ പല ഇന്റർവ്യൂസിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കൂടാതെ തന്നെ ഇപ്പം നമ്മുടെ ടീനേജ് സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഉഴപ്പും നമ്മുടെ ബാഡ് ഹാബിറ്റ്സും അങ്ങനെ വളരെ എൻജോയ്മെന്റ് ആയിട്ട് നടക്കുന്ന സമയത്തും പുള്ളി ഫിസിക്ക് അല്ല ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് പുള്ളി അതൊരു ചെറിയ കാര്യമല്ല. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 14ാമത്തെ വയസ്സ് മുതൽ ഇതുപോലെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാന്നൊക്കെ അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂസിലും പറയുന്നുണ്ട്. ഇന്നിപ്പം നമ്മൾ ഏത് ഇൻഡസ്ട്രി നോക്കിയാലും ഇപ്പൊ ബോളിവുഡ് ഞാൻ പറയുന്നില്ല, ഓഫ് കോഴ്സ് ഒരുപാട് ഫിസിക്കുള്ള ആളുകളുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ പല ആളുകളും എല്ലാ എൻഹാൻസ്ഡ് ഡ്രഗ്സ് അല്ലെങ്കിൽ ബോഡി പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറുക്കുവഴികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിയൊക്കെ അന്ന് ആ ഒരു ഫിസിക്ക് ആ ടൈം തൊട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും പുള്ളി ഷോ ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പടത്തിലൊക്കെ മെയിൻ ആയിട്ട് അതാണ് പക്ക. അതിൽ രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, ഒന്ന് ഹെയറും പുള്ളും, രണ്ടാമത്തെ ഫിസിക്കുമാണ്. ഒന്നൊന്നര അടിപൊളിയാണ് അത്. ഇപ്പം ജിമ്മിൽ പോകുന്നു അല്ലെങ്കിൽ കുറച്ച് ആളത്തെ ഫിസിക്ക് ഒന്നുമല്ല, അത് പ്രോപ്പർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഈ പടം സക്സസ്ഫുൾ ആണ്, പുള്ളിക്ക് അതിലും കൺഗ്രാറ്റ്സ്. നമ്മളിപ്പം നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കമന്റിൽ ഒരുപാട് പേര് വന്ന് ചോദിക്കണ്ടായി, ബ്രോ അത് ട്രാൻസ്പ്ലാന്റേഷൻ അല്ല, അത് വിഗ് ആണ്, അത് പാച്ച്വിക് ആണെന്ന് ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിന്റെ ബേസിലാണ് ഇപ്പം അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്താണെന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ അധിക വീഡിയോകളിലൊന്നും ഉണ്ണിമുകുന്ദന്റെ ഹെയർ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ വീഡിയോയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മളോട് ചോദിക്കുന്ന മെജോറിറ്റി ആളുകളും അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിനകത്തൊക്കെയാണെങ്കിലും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ണിമുകുന്ദന്റെ ഹെയർ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷനായിട്ട് തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കാറ്. കാരണം നമുക്കത് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഞങ്ങളൊക്കെ ആ സ്റ്റേജിൽ കൂടെ കടന്നു വന്നുകൊണ്ട് ഒരാളുടെ ഹെയർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ കുറച്ച് എവിഡൻസിന്റെ പുറത്ത് ഞാനത് പറഞ്ഞുതരാം. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, മറ്റേ കൈരളി ടി വിക്കകത്ത് പണ്ട് JV ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, പുള്ളി ഹെയർ ട്രിം ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഒരു ഇന്റർവ്യൂ. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ 2018 ജൂൺ 23 ആ വീഡിയോ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലാണ് പുള്ളി ഒരുപാട് ഇമോഷണൽ പ്രോഗ്രാം വന്നിരുന്ന ആ ഡേറ്റിലാണ്. അപ്പം ആക്ച്വലി അവിടെ തൊട്ട് ഞാൻ ശരിക്കും പുള്ളിയുടെ ഹെയർ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നത്. കാരണം അതുവരെ നമുക്ക് ഉണ്ണിയുടെ ഹെയർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ വേവി ഹെയർ ആയിരുന്നു, ഒരു നോർമൽ ഹെയർ ആയിരുന്നു. നമുക്ക് പുള്ളിയുടെ ഹെയർ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ, നെറ്റിയുടെ ഈ അളവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിസിബിൾ അല്ല. ജസ്റ്റ് ഒരു ഇങ്ങനെ മുടി താത്തിട്ടിരിക്കുക, നെറ്റി നമുക്ക് ഈ ഒരു വരച്ച് വെച്ച പോലത്തെ രീതിയിൽ നമുക്ക് വിസിബിൾ അല്ലായിരുന്നു. അപ്പം ഈ ഇന്റർവ്യൂ ഇദ്ദേഹം ചാണക്യതന്ത്രം, അതായത് 2018 ഇറങ്ങിയ ചാണക്യതന്ത്രം ഷൂട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് പുള്ളി ഹെയർ ട്രിം ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്. സോ ആ സിനിമയ്ക്കകത്ത് പുള്ളി ഒരു ഫീമെയിൽ റോളാണ് ചെയ്യുന്നതുകൊണ്ട് ആ സിനിമയ്ക്കകത്ത് മേ ബി പുള്ളി ഒരു വിഗ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ആ സിനിമയ്ക്ക് വേണ്ടിയാണ് പുള്ളി അത് ട്രിം ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു JV ജംഗ്ഷൻ ഷോ 2018 ജൂണിലാണ് ഷൂട്ട് ചെയ്തിരുന്നത് എന്നുള്ളത്.
2019 റിലീസായ മിഖായൽ മൂവി, അപ്പൊ ഇപ്പം സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മാർക്കോയുടെ ഫസ്റ്റ് ആ ഒരു പടം എന്ന് പറയാം. ആ സിനിമ ഷൂട്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ 2018 ഓഗസ്റ്റ് 22-നായിരുന്നു. അതായത് JB ജംഗ്ഷൻ പ്രോഗ്രാം 2018 ജൂണിലും ഈ മറ്റേ പടം ഷൂട്ട് ചെയ്തത് 2018 ഓഗസ്റ്റിൽ. ഇതിന്റെ ഇടയ്ക്ക് ഏകദേശം 3 മാസം ഗ്യാപ്പേ വരുന്നുള്ളൂ. അപ്പം ഓൾറെഡി ആ ഷോയ്ക്കകത്ത് പുള്ളി പറഞ്ഞിരുന്നു പുള്ളി മറ്റേ ചാണക്യാന്ത്രത്തിന് വേണ്ടി മുടി ട്രിം ചെയ്തായിരുന്നുള്ളത്. അപ്പം അതിനുശേഷം പുള്ളിക്ക് മുടി വളരാൻ, അതൊരു ആവറേജ് മനുഷ്യന് മുടി വളരാൻ 3 മാസം കാലയളവ് മതി. ഈ ആവറേജ് ഈ 3 മാസം പറയുന്ന സമയത്ത് ഒരു മനുഷ്യനും, എനിക്ക് പേഴ്സണലി അറിയത്തില്ല, 3 മാസം കൊണ്ട് ആരും കഷണ്ടി ആവാൻ പോകുന്നില്ല. അതായത് കഷണ്ടി ആയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും അറിയാം, നിങ്ങൾ കുറഞ്ഞ ഒരു 1 ഇയർ 2 ഇയർ കൊണ്ടായിരിക്കും കഷണ്ടി എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്, അല്ലാതെ ക്വിക്കായിട്ടുണ്ടാകുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൃത്യമായ ഒരു നെറ്റളവ് വിസിബിൾ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 2015 മുമ്പ് അദ്ദേഹത്തിന് ഒരു നോർമൽ നാച്ചുറൽ ഒരു വേവി ഹെയർ ആയിരുന്നുള്ളത്. പക്ഷേ നമുക്കറിയാം ട്രാൻസ്പ്ലാന്റേഷന് ശേഷം നമുക്ക് എപ്പോഴും പഴയ ഹെയർ ആയിരിക്കുകയില്ല. ഡോണർ സൈഡിൽ നിന്ന് വരുന്ന ഹെയർ വെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു കട്ടി കൂടിയ ഒരു ഹെയർ ആയിരിക്കും. അത് നമുക്ക് ഈ മിഖായൽ മൂവിയിലും വിസിബിൾ ആണ്. കാരണം ഇതിനകത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു നെറ്റളവും കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ സ്ക്രീനിൽ ഒരു ഫോട്ടോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് മിഖായൽ മൂവിക്ക് ശേഷം ഉള്ള ഒരു സ്റ്റിൽ ആവാനാണ് ചാൻസസ് കൂടുതൽ. ചിലപ്പോൾ അതിന് മുമ്പുള്ളതായിരിക്കാം. നമുക്കൊരു ട്രാൻസ്പ്ലാന്റേഷൻ ഹെയർ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഗ്രോത്ത് ചെയ്ത് വളരുന്നത് എങ്ങനെയാണോ അതേ രീതിയിലാണ് പുള്ളിയുടെ നെറ്റിയുടെ ഫ്രണ്ടിലെ ഹെയർ ലൈൻ ഇപ്പം ഗ്രോത്ത് ചെയ്ത് വളരുന്നത്. എനിക്കത് ഫോട്ടോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇനി നിങ്ങൾ എത്രയൊക്കെ തന്നെ ഗ്രാഫ്റ്റ് കൂടുതൽ ഇംപ്ലാന്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഒരിക്കലും നമ്മുടെ എക്സിസ്റ്റിംഗ് ഹെയറിൻ്റെ അത്ര ഒരു തിക്നെസ്, ആ ഒരു ഡെൻസിറ്റി നമുക്ക് ഒരിക്കലും നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഹെയറിന് കിട്ടില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പക്ഷേ ഉണ്ണിയുടെ ഹെയർ നല്ല തിക്നെസ് ഉണ്ടല്ലോ. അതായത് ഇപ്പം മറ്റേ മാളിപ്പുറം പടത്തിനകത്തൊക്കെ നോക്കിയാൽ നമ്മളിപ്പോ അതിലേക്ക് കടന്നു വരുന്നത്, അതായത് ഇപ്പം ഈ മിഖായൽ മൂവിക്കകത്തെ ഒരു ഹെയർ എന്ന് പറയുന്നത് പുള്ളി പറയുന്നത് പുള്ളിയുടെ 2015 മുമ്പിലുള്ള ഒരു ഫോട്ടോ ആയിട്ട് നോക്കുന്ന സമയത്ത് നല്ല ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇപ്പം നമ്മൾ സ്ക്രീനിൽ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഫോട്ടോ നിങ്ങൾ നോക്കുക. ഈ പടത്തിനകത്ത് ഏതോ ഒരു പോർഷനിലെ ഒരു ഫോട്ടോയാണ്. നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഹെയർ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും നമ്മുടെ എക്സിസ്റ്റിംഗ് ഹെയറിൻ്റെ ഒരു തിക്നെസ് അല്ല ഡെൻസിറ്റി കിട്ടില്ല. അപ്പം മേളിൽ നിന്ന് ലൈറ്റ് അടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതേ കണക്കായിരിക്കും നമ്മൾ തലയിൽ വെള്ളം വീണാനുള്ള ഒരു അവസ്ഥയും നമുക്ക് അത് ആ ഒരു എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഡിഫറൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നതാണ്. ഇപ്പൊ എന്റെ ഈ ഫ്രണ്ട് പോർഷൻ കണ്ടാലും നല്ല തിക്നെസ് ഫീൽ ചെയ്യുമെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ശേഷമാണ് നീ മുമ്പേ ചോദിച്ച മാളിപ്പുറത്തിനകത്ത് ആ ഹെയർ ഇപ്പം നല്ല തിക്നെസ് ഉണ്ടല്ലോ എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം. അപ്പം ഞാനത് പറയാം. 2022 മാളിപ്പുറം മൂവി റിലീസ് ആവുന്നത്. അതിനകത്ത് ഉണ്ണിമുകുന്ദൻ കഴിഞ്ഞ, അതായത് നമുക്ക് മിഖായലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലും ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഹെയർ സെറ്റപ്പ് ആയിട്ടാണ് പുള്ളി വന്നത്. ഹെയർ സ്റ്റൈലായിട്ടാണ് വന്നത്. അപ്പം നമ്മളത് നോക്കുന്ന സമയത്ത് ശരിക്കും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത് കണ്ടിട്ടായിരിക്കും മെജോറിറ്റി ആൾക്കാർ ഇതൊരു വിഗായിട്ട്, അതൊരു പാച്ചിന് വിഗാന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും വാദിക്കുന്നതിന്റെ ഒരു സംഭവം ആ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ അടിസ്ഥാനത്തിലായിരിക്കാം. ബിക്കോസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം, പുള്ളിയുടെ അതായത് മിഖായൽ മൂവിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പുള്ളി ഇതിനകത്ത് ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പുള്ളിക്ക് ഒരു വേവി ടൈപ്പ് ഹെയർ സ്റ്റൈലാണ്. അതായത് 2015 നോക്കിക്കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ വേവി ഹെയർ ആണ്. 2018 കൂടി, അതായത് ഒരു 19 കൂടി മിഖായൽ ഇറങ്ങുന്ന സമയത്ത് പുള്ളിക്ക് അത് ഡോണർ സൈഡിൽ ഹെയർ വന്നപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു വേവി ഹെയർ ആയി. അത് നേരെ പുള്ളി ഈ മാളിപ്പുറം ആയ സമയത്ത് ഹെയർ ലെങ്ത് വെച്ചിട്ട് സ്ട്രെയിറ്റനിങ് ചെയ്തു. അപ്പം നമുക്ക് നോർമലി അറിയാം ആൾക്കാർ എന്തിനാണ് മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നത്, കുറച്ചുകൂടി ഡെൻസിറ്റി തോന്നാനും കുറച്ച് നീളം തോന്നിക്കാനും ഒക്കെയാണ് മെജോറിറ്റി ആൾക്കാർ ചെയ്യാറ്. പക്ഷെ പല ആളുകളും ചെയ്യുന്ന സമയത്ത് അതൊരു ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ട് ഒരു ഒറിജിനൽ ഹെയർ ആയിട്ട് പലർക്കും ഫീൽ ചെയ്യാറില്ല. സെയിം സംഭവമാണ് ഇവിടെ പുള്ളിക്കും ബാധിച്ചിരിക്കുന്നത്. പുള്ളി അത് ചെയ്ത സമയത്ത് പുള്ളിയുടെ ആ മിഖായൽ മൂവിക്കകത്തുണ്ടായിരുന്ന ആ ഒരു ഒറിജിനാലിറ്റി ഇപ്പൊ നിലവിലില്ല. ഇതാണ് ഞങ്ങൾ കണ്ടുപിടിച്ച ഞങ്ങളായിട്ടുള്ള ഒരു അസംഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് മുഴുവൻ ഞങ്ങളുടെ ഒരു അസംഷനാണ്. നമ്മൾ കുറെ ഫോട്ടോയുടെ ബേസിൽ നമ്മൾ കണ്ടുപറ്റിയ ഒരു അസംഷൻ മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ ഹെയർ ഒറിജിനലാണോ അല്ലെങ്കിൽ പാച്ചിട്ട് വിഗ് ആണോ എന്നുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടി വരും. അല്ലാതെ വേറെ നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല. പിന്നെ നമ്മൾ പല വീഡിയോയിൽ നമ്മൾ തന്നെ പറയുന്നുണ്ട്, ഇപ്പം ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത അത് ഒരിക്കലും ഒരു നാച്ചുറൽ ഫീൽ നമുക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ അത് അത്രമേൽ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ നമ്മൾ ബേബി ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഭയങ്കര ഇതായിട്ട് ചെയ്യുവാണെങ്കിൽ മാത്രമേ. ഇപ്പം എക്സാമ്പിൾ വേണം, ഇപ്പൊ ഇവന്റെ ഒരു ഹെയർ ലൈൻ നമുക്ക് കാണിച്ചു തരാം. നീ ക്ലോസ് ആയിട്ട് കുറച്ചൊന്ന് കാണിച്ച്. ഈ ഒരു ഹെയർ ലൈനിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മൾ അത്രയും തിക്നെസ് വെക്കുന്ന സമയത്ത് ഇപ്പം ഉണ്ണിമുകുന്ദന്റെ സെയിം ഒരു സംഭവം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇവൻ ഈ ഹെയർ ഇപ്പൊ സ്ട്രെയിറ്റനിങ് ചെയ്താലും ഇപ്പൊ നിലവിൽ ഇവൻ ഈ ഉള്ള ഒരു എന്നാ പറയുന്ന ഒരു ഫീല് നഷ്ടപ്പെടും. പിന്നെ അത് നമുക്കൊരു ബിഗ് ഫീൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അതാന്ന് പറഞ്ഞ് സമർത്ഥിക്കൽ ആരെയും നമ്മള് ഒന്നും അല്ല.
തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യാനാണ്. വീഡിയോസും കാര്യങ്ങളും എല്ലാം നെറ്റിലും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ അത് ഡിസൈഡ് ചെയ്യാനാണ്. ഇപ്പൊ നമുക്ക് ഇതൊക്കെയാണ് ഇത്രയൊക്കെയാണ് നമ്മളിപ്പോ പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ചത്. സോ നമുക്ക് മറ്റൊരു പ്രധാന ടോപ്പിക്കുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ.